അട്ടപ്പാടി മധു കൊലക്കേസിൽ പ്രതികളുടെയും സർക്കാരിൻ്റെയും അപ്പീലുകളിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയാൻ പോവുകയാണ്. പ്രതികൾക്ക് ജീവപര്യന്തം ജയിൽ ശിക്ഷ നൽകണമെന്നും വിചാരണ കോടതി വെറുതെ വിട്ട 2 പ്രതികളെ ശിക്ഷിക്കണമെന്നുമാണ് സർക്കാരിൻ്റെ പ്രധാന ആവശ്യം. ജയിലിലും ജാമ്യത്തിലുമുള്ള പ്രതികളോട് ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, ഈ അട്ടപ്പാടി മധു കൊലക്കേസ് വർഷങ്ങളായി അതിൻ്റെ അപ്പീലിൽ ഇതിപ്പോൾ വിധി വരാൻ പോവുകയാണ്. എന്ത് പ്രതീക്ഷിക്കാം? എന്താണ് നിയമവിദഗ്ധരൊക്കെ പറയുന്നത്? അതെങ്ങനെയായിരിക്കും? അട്ടപ്പാടി മധു കേസിലെ വിധിയിൽ പിന്നീട് സർക്കാർ നൽകിയിട്ടുള്ള അപ്പീലും ഒപ്പം തന്നെ പ്രതികൾ നൽകിയിട്ടുള്ള അപ്പീലിലാണ് ഇന്ന് ഹൈക്കോടതി വിധി പറയുന്നത്. പ്രധാനമായിട്ടും സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പ്രതികളുടെ ശിക്ഷ, ഈ വിധിച്ച ശിക്ഷ കുറഞ്ഞുപോയി, മാത്രവുമല്ല 2 പേരെ വെറുതെ വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാര്യത്തിൽ കൂടുതൽ ശിക്ഷ വേണം, പ്രതികളെ വെറുതെ വിട്ട നടപടി പിൻവലിക്കണം, ഇവരെയും പ്രതി ചേർക്കണമെന്ന അടക്കമുള്ള ആവശ്യങ്ങളാണ് പ്രധാനമായിട്ടും സർക്കാർ മുന്നോട്ട് വെച്ചത്. ഒപ്പം തന്നെ ഈ ശിക്ഷയിൽ ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതികൾ നൽകിയിട്ടുള്ള ഹർജി. ഈ അപ്പീലുകളാണ് ഇന്ന് പ്രധാനമായിട്ടും ഹൈക്കോടതി പരിഗണിക്കുന്നത്. ഈ കേസിൽ 16 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ 14 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ഇവർക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നു. ഈ 14 പേരിൽ 13 പേർക്ക് 7 വർഷം കഠിന തടവും ഒപ്പം തന്നെ 1 ലക്ഷം രൂപ പിഴയുമാണ് വിധിച്ചിരുന്നത്. മറ്റൊരാൾക്ക് കുറഞ്ഞ ഒരു ശിക്ഷ മാത്രമായിരുന്നു നൽകിയിരുന്നത്. എന്നാൽ ഈ നടപടി പിൻവലിച്ചുകൊണ്ട് മുഴുവൻ പ്രതികൾക്കും കടുത്ത ശിക്ഷ തന്നെ നൽകണം, ജീവപര്യന്തം തന്നെ നൽകണമെന്നുള്ളൊരു ആവശ്യമാണ് സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. 2 പേരെ വെറുതെ വിട്ടിരുന്നു. ഇതിലെ 4ാം പ്രതിയായിട്ടുള്ള അനീഷ്, ഒപ്പം തന്നെ 11ാം പ്രതിയായിട്ടുള്ള അബ്ദുൽ കരീം, ഈ 2 പേരെയായിരുന്നു വെറുതെ വിട്ടത്. ഈ അനീഷ് ഈ മധുവിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി എന്നുള്ളൊരു കാര്യം മാത്രം, അത്തരത്തിലുള്ളൊരു കുറ്റം മാത്രമായിരുന്നു ഇയാൾക്കെതിരായിട്ട് ചുമത്തിയിരുന്നത്. എന്നാൽ പിന്നീട് തെളിവുകളുടെ അഭാവത്തിലായിരുന്നു ഈ 2 പ്രതികളെയും വെറുതെ വിട്ടത്. ഈ നടപടിയും പിൻവലിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായിട്ടും സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും ശിക്ഷയിൽ ഇളവ് വേണമെന്നുള്ളൊരു ആവശ്യമാണ് പ്രതികളും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ അപ്പീലുകൾ ഇന്ന് വിധി പറയുകയാണ്. ഏതായാലും നിലവിൽ ഇപ്പോൾ ജയിലിലുള്ള പ്രതികളോടും ഒപ്പം തന്നെ പുറത്തുള്ള പ്രതികളോടും ഹൈക്കോടതിയിൽ ഹാജരാകാൻ കൂടി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കിരൺ, മറ്റൊന്ന് ഇന്ന് ഹൈക്കോടതിയിലേക്ക് നമ്മൾ ഉറ്റുനോക്കുന്നത് മലയിടംതുരത്തിലെ ഭൂമി ഒഴിപ്പിക്കൽ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കാൻ പോകുന്നു. ഈ കുടിയൊഴിപ്പിക്കൽ ഉണ്ടല്ലോ, അതിലൊരു സാവകാശം ആവശ്യപ്പെട്ടുകൊണ്ടാണല്ലോ സർക്കാരിന്റെ ഹർജി. കിരൺ, ഈ കേസിൽ നിലവിലിപ്പോൾ സർക്കാർ കക്ഷിയല്ല. അതുകൊണ്ട് തന്നെ കക്ഷി ചേരുന്നതിനടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. നിലവിൽ ഈ ഭൂമി ഏറ്റെടുക്കുന്ന വിഷയത്തിൽ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നതാണ്. എന്നാൽ ഈ കുടിയൊഴിപ്പിക്കൽ നടപടികളിൽ നിന്ന് സാവകാശം വേണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് സംസ്ഥാന സർക്കാർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. ഈ കേസിന്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 1984 വാഴക്കുളം സ്വദേശിയായിട്ടുള്ള ശങ്കരനാരായണൻ എന്ന വ്യക്തി ഈ മലയിടംതുരുത്ത് പാര്യത്തുകാവിലെ തന്റെ 2 ഏക്കർ 92 സെന്റ് ഭൂമി ഇത് തന്റേതാണ് എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ആദ്യം പറവൂർ മുൻസിഫ് കോടതിയിലെത്തിയ കേസ് പിന്നീട് ഹൈക്കോടതിയിലും അതിനുശേഷം സുപ്രീം കോടതിയിലും എത്തുകയുണ്ടായിരുന്നു. ഈ കേസുകളിലെല്ലാം തന്നെ ഈ ശങ്കരൻ നായർക്ക് അനുകൂലമായിട്ടുള്ള വിധിയാണ് ഉണ്ടായത്. ഇവിടെ താമസിക്കുന്ന 8 കുടുംബങ്ങൾ, അതിൽ 7 ദളിത് കുടുംബങ്ങളാണ്, മറ്റൊരു കുടുംബം അടക്കം ഇങ്ങനെ 8 കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവർ തലമുറകളായി തന്നെ താമസിച്ചു വരികയായിരുന്നു. എന്നാൽ ഇവരുടെ കൈവശം പട്ടയമടക്കമുള്ള കാര്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഈ ഭൂമി തന്റേതാണെന്നുള്ള ഒരു അവകാശവാദമായിരുന്നു ശങ്കരൻ നായർ ഉന്നയിച്ചിരുന്നത്. പിന്നീട് ശങ്കരൻ നായർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയും ലഭിക്കുകയുണ്ടായിരുന്നു. അവസാനം സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് ഈ ഭൂമി ശങ്കരൻ നായർക്ക് വിട്ടു നൽകേണ്ടതാണ്. ഇതിന്റെ നടപടികളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നതിനിടയിൽ തന്നെയാണ് ഏതായാലും ജനങ്ങൾ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയത്. 8 കുടുംബങ്ങളോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അടക്കം പിന്തുണ ഇവർക്ക് ലഭിക്കുകയുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഭൂമി ഏറ്റെടുക്കുന്ന വിഷയത്തിൽ സാവകാശം വേണം എന്നുള്ളൊരു ആവശ്യവുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ സർക്കാർ ഈ വിഷയത്തിൽ ഒരു സമവായത്തിനുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ട്. മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ ഒരു സമിതി തന്നെ രൂപീകരിച്ചുകൊണ്ടാണ് ഇതിലൊരു സമവായത്തിനുള്ള ഒരു ശ്രമം നടക്കുന്നത്. ഇരു വിഭാഗങ്ങളുമായിട്ട്, അതായത് വാദി വിഭാഗമായിട്ടുള്ള ശങ്കരൻ നായരുടെ ഇപ്പോഴുള്ള ഇവരുടെ മക്കളടക്കമുള്ള അനന്തരാവകാശികളും ഒപ്പം തന്നെ ഇവിടെ താമസിച്ചു വരുന്ന 8 കുടുംബങ്ങളുമായിട്ടൊക്കെ ചർച്ച നടത്തിയിരുന്നു. ഭൂമി വിഷയത്തിൽ അതുവരെ ഈ സർക്കാർ ഒരു നിലപാട് എത്തുന്നതുവരെ
മറ്റ് നടപടികളിലേക്ക് കോടതി കടക്കരുത് എന്നുള്ളൊരു ആവശ്യമാണ് സർക്കാർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. ഒപ്പം സർക്കാർ ഇതിൽ ഒരു സമവായം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നേരത്തെ ഈ വിഷയത്തിൽ ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് 40 സെന്റ് നൽകാമെന്നുള്ളൊരു സമവായ ചർച്ചയിലേക്ക് ഈ കുടുംബങ്ങൾ എത്തിയതാണ്. എന്നാൽ ഈ മുഴുവൻ സ്ഥലവും ഇവരുടെ കൈവശമുള്ള മുഴുവൻ സ്ഥലവും വേണമെന്നുള്ളൊരു ആവശ്യം തന്നെയായിരുന്നു കുടുംബങ്ങൾ ഉന്നയിച്ചിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ചർച്ചകൾ അന്ന് ഫലം കണ്ടില്ല. ഈ ചർച്ച വീണ്ടും ആരംഭിക്കാൻ കഴിയുമോ എന്നുള്ളൊരു കാര്യം കൂടി സർക്കാർ പ്രധാനമായിട്ടും ഇതിനിടയിൽ ശ്രമിക്കുന്നുണ്ട്. ശരി, കിരണാണ് വിവരങ്ങൾ നൽകിയത്. മലയിടംതുരത്തിലെ ഭൂമി ഒഴിപ്പിക്കൽ പ്രശ്നത്തിൽ സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ്.